ചിത്രത്തിൻ്റെ തുടക്കത്തിൽ 1974 രംഗങ്ങളാണ് കാണിക്കുന്നത്. തൻ്റെ വീടിന് പുറത്ത് ഒരു വാഹനം വന്നു നിൽക്കുന്നത് ഒരു ചെറിയ പെൺകുട്ടി ശ്രദ്ധിക്കുകയാണ്. ആരായിരിക്കും വന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ അവൾ പുറത്തേക്ക് പോയി. അവൾ അവിടെ നോക്കിയെങ്കിലും അവിടെ ഉണ്ടായിരുന്ന കാറിനുള്ളിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് വീടിൻ്റെ പിൻഭാഗത്ത് നിന്ന് ആരോ സംസാരിക്കുന്ന ശബ്ദം കേട്ട് അവൾ അവിടേക്കും ചെന്നു. പക്ഷെ അവിടെയും ആരെയും കാണാനായി സാധിച്ചില്ല. എന്നാൽ അടുത്ത നിമിഷം വിചിത്ര രൂപമുള്ള ഒരാൾ അവളുടെ പിന്നിൽ വന്നു നിന്നു. അയാൾ വളരെ ഭയാനകമായ രീതിയിൽ അവളോട് പറഞ്ഞു, നിന്റെ ജന്മദിനം വരാൻ പോവുകയാണ്. ആ മനുഷ്യൻ്റെ മുഖം വ്യക്തമായില്ലെങ്കിലും അയാളുടെ ചർമ്മം വളരെ വെളുത്തിട്ടായിരുന്നു. ശരീരത്തിൽ രക്തത്തിൻ്റെ ഒരു അംശം പോലും കാണാത്ത ഒരു പ്രേതത്തെ പോലെയാണ് അയാളെ തോന്നിപ്പിച്ചിരുന്നത്. ശേഷം കാണിക്കുന്നത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞുള്ള രംഗങ്ങളാണ്. അപകടകാരിയായ ഒരു കുറ്റവാളിയെ പിടികൂടാനുള്ള തയ്യാറെടുപ്പിലാണ് കുറച്ച് FBI ഏജൻറ്റുമാർ. അക്കൂട്ടത്തിൽ ലീ എന്ന ഒരു യുവതിയും ഉണ്ടായിരുന്നു. ലീയും സഹപ്രവർത്തകനും ചേർന്ന് ആ കുറ്റവാളിയെ കണ്ടെത്താനായി ഇറങ്ങി പുറപ്പെട്ടു. ഇതിനിടയിൽ ഒരു വീട് കണ്ടപ്പോൾ ലീക്ക് സംശയം തോന്നി. കുറ്റവാളി തീർച്ചയായും ആ വീടിനുള്ളിൽ ഉണ്ടെന്ന് അവൾ സഹപ്രവർത്തകനോട് പറയുന്നുണ്ടെങ്കിലും അയാളത് ഗൗരവമായി എടുത്തിരുന്നില്ല. അയാൾ ധൈര്യത്തോടെ പോയി വാതിലിൽ തട്ടി. പക്ഷേ ലീ പറഞ്ഞത് ശരിയായിരുന്നു. വാതിൽ തുറന്ന നിമിഷം തന്നെ ആ കുറ്റവാളി ഏജൻറ്റിനെ വെടിവെച്ചു കൊന്നു. എന്നാൽ സമയോചിതമായി ഒളിഞ്ഞു നിന്നതുകൊണ്ട് ലീ രക്ഷപ്പെട്ടിരുന്നു. ഭയത്തോടെയാണെങ്കിലും തോക്കുമായി അവൾ അകത്തേക്ക് പോയി. അവിടെ ഒരിടത്ത് ആ കുറ്റവാളി ഇരിക്കുന്നത് കണ്ട് അവൾ കീഴടങ്ങാനായി ആവശ്യപ്പെട്ടു. അയാൾ എതിർപ്പില്ലാതെ കീഴടങ്ങുകയും ചെയ്തു. പിന്നീട് ലീയെ ഒരു ശാരീരിക പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. അവിടെ വെച്ചാണ് അവൾക്ക് അമാനുഷികമായ ചില മാനസികമായ കഴിവുകളുണ്ടെന്നുള്ള വസ്തുത തിരിച്ചറിയുന്നത്. ആ കുറ്റവാളി എവിടെയാണെന്ന് മുൻകൂട്ടി പറയാൻ ലീയെ സഹായിച്ചത് ഈ ഒരു കഴിവായിരുന്നു. ആരെ കണ്ടെത്തണമെങ്കിലും ലീക്ക് തൻ്റെ ആ ഒരു കഴിവ് ഉപയോഗിച്ച് അവരുടെ സാന്നിധ്യം തിരിച്ചറിയാനായി കഴിയുമായിരുന്നു. ഇതിനുശേഷം ലീ തൻ്റെ സീനിയർ ഏജൻ്റായ കാർട്ടറുടെ കൂടെ ഒരു വീടിന് മുൻപിൽ നിൽക്കുകയാണ്. സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തിൻ്റെ വീടായിരുന്നു അത്. പക്ഷേ ഒരു ദിവസം പെട്ടെന്ന് ആ കുടുംബനാഥനെ എന്തോ സംഭവിക്കുകയും അയാൾ തൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിയ ശേഷം സ്വയം ജീവനൊടുക്കുകയും ചെയ്തു. ഇത് ആ ഒരു വീട്ടിലെ മാത്രം കഥയായിരുന്നില്ല. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിരവധി കുടുംബങ്ങളിൽ ഇതേ രീതിയിലുള്ള കൂട്ടക്കൊലകൾ നടന്നിട്ടുണ്ട്. എല്ലാ കൊലപാതകങ്ങൾക്കും ശേഷം അവിടെ നിന്ന് ഓരോ കത്തുകൾ ലഭിച്ചിരുന്നു. ആ കത്തുകളിൽ വിചിത്രമായ ചില കോഡുകളും അവസാനം ലോങ് ലെങ്സ് എന്ന ഒരു പേരും ഉണ്ടായിരുന്നു. എല്ലാ കത്തുകളിലെയും കൈയക്ഷരം ഒന്നു തന്നെയായിരുന്നു. അതായത് ഈ ലോങ് ലെങ്സ് എന്നയാൾ കുടുംബനാഥന്മാരെ കൊണ്ട് ഇത്തരം ക്രൂരതകൾ ചെയ്യിപ്പിക്കുകയാണ്. ഇതുവരെ ആരും അയാളെ കണ്ടിട്ടില്ലാത്തതിനാൽ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ലീയുടെ പ്രത്യേക കഴിവ് ഉപയോഗിച്ച് ഈ കേസ് തെളിയിക്കാൻ FBI തീരുമാനിച്ചിരുന്നത്. അന്വേഷണത്തിനിടയിൽ ലീ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഇരയാക്കപ്പെട്ട എല്ലാ കുടുംബങ്ങളിലും 9 വയസ്സുള്ള ഒരു കുട്ടിയുണ്ടായിരുന്നു. അവരുടെയെല്ലാം ജന്മദിനം ഏതെങ്കിലും മാസത്തിലെ 14-ാം തീയതിയായിരുന്നു. തെളിവുകൾ ശേഖരിക്കുമ്പോൾ മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന സത്യം കൂടി വെളിപ്പെടുകയാണ്. ഈ കൊലപാതകങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് ലോങ് ലെങ്സ് എന്ന ആ ഒരു മനുഷ്യൻ നേരിട്ട് ആ ഒരു സ്ഥലത്തുണ്ടായിരുന്നില്ല. ഇതിനർത്ഥം ഇയാൾക്ക് സഹായത്തിനായി മറ്റാരോ കൂടെയുണ്ടെന്നാണ്. ജോലി കഴിഞ്ഞ് കാർട്ടറെ വീട്ടിലാക്കാൻ പോയപ്പോൾ ലീ അയാളുടെ ഭാര്യയെയും മകളെയും പരിചയപ്പെടുകയാണ്. കാർട്ടറുടെ മകൾ ലീയെ തൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവളുടെ ജന്മദിനം വരാൻ പോവുകയാണെന്നും ലീ തീർച്ചയായും വരണമെന്നും അറിയിച്ചു. തിരികെ വീട്ടിലേക്കെത്തിയ ലീ തൻ്റെ അമ്മയെ വിളിച്ചു. അവിടെ വെച്ചാണ് ലീയുടെ ജന്മദിനവും അടുത്തു വരികയാണെന്നുള്ള വസ്തുത വെളിപ്പെടുന്നത്. സംഭാഷണങ്ങൾക്കിടയിൽ ആരോ ലീയുടെ വീടിൻ്റെ വാതിലിൽ ശക്തിയായി മുട്ടി. പുറത്തുപോയി നോക്കിയപ്പോൾ ആരെയും കാണാനില്ല. എന്നാൽ ജനലിലൂടെ നോക്കിയപ്പോൾ വിചിത്രമായ ഒരു നിഴൽ കണ്ടു. ഭയന്നുപോയ ലീ തോക്കുമായി പുറത്തേക്കിറങ്ങിയെങ്കിലും ആ നിഴൽ അപ്രത്യക്ഷമായി. തിരികെ അകത്തേക്ക് വരുമ്പോൾ അവിടെ ആരുമുണ്ടായിരുന്നില്ല. പകരം മേശപ്പുറത്ത് ഒരു കത്തിരിക്കുന്നുണ്ടായിരുന്നു. അതിൽ ജനുവരി 14 മുൻപ് ഇത് തുറക്കരുത് എന്ന് എഴുതിയിരുന്നു. പക്ഷേ ആകാംക്ഷയടക്കാനാവാതെ ജനുവരി 14 ജന്മദിനമുള്ള ലീ ആ കത്ത് തുറന്നു. അതിൽ ഹാപ്പി ബർത്ത്ഡേ എന്നും മുൻപ് കണ്ട അതേ വിചിത്രമായ കോഡുകളും ഉണ്ടായിരുന്നു. അതായത്
ലോങ് ലെങ്സ് ലിയോയുടെ വീട്ടിലേക്കും എത്തിയിരിക്കുന്നു. ലീ ഉടൻ തന്നെ ആ കോഡുകൾ ഡീകോഡ് ചെയ്യാൻ തുടങ്ങുകയാണ്. അതിനിടയിൽ ഏജന്റ് കാർട്ടർ അവളെ മറ്റൊരു ക്രൂരമായ കൊലപാതകം നടന്ന സ്ഥലത്തേക്ക് വിളിക്കുകയാണ്. അവിടെ ഒരു മാസം മുൻപ് കൊല്ലപ്പെട്ട ഒരു കുടുംബത്തിലെ അഴുകിയ ശവശരീരങ്ങളാണ് അവർ കണ്ടത്. അവിടെയും ഇര 9 വയസ്സുള്ള കുട്ടിയായിരുന്നു. അവളുടെ ജന്മദിനവും 14-ാം തീയതിയായിരുന്നു. ഈ കൊലപാതക പരമ്പര അവസാനിക്കാത്തതിൽ കാർട്ടർ ആകെ അസ്വസ്ഥനായി. ജോലി തിരക്ക് കാരണം തൻ്റെ ജന്മദിനത്തിന് മാത്രമേ തന്നെ കാണാൻ കഴിയൂ എന്ന് ലീ അമ്മയെ അറിയിച്ചു. ദൈവത്തോട് എപ്പോഴും പ്രാർത്ഥിക്കണം, കാരണം പ്രാർത്ഥനകൾ മാത്രമേ നമ്മെ സാത്താനിൽ നിന്ന് രക്ഷിക്കുകയുള്ളൂ എന്ന് അമ്മ ലീയെ ഓർമ്മിപ്പിച്ചു. ലീ തൻ്റെ അന്വേഷണം തുടരുകയാണ്. കൊലപാതകങ്ങൾ നടന്ന തീയതികൾ ഒരു കലണ്ടറിൽ അടയാളപ്പെടുത്തിയപ്പോൾ അവ ചേർന്ന് ഒരു തല തിരിഞ്ഞ ത്രികോണത്തിൻ്റെ ആകൃതി വരുന്നത് അവൾ ശ്രദ്ധിച്ചു. അത് സാത്താൻ ആരാധനയുടെ ചിഹ്നമായിരുന്നു. ആ ചിത്രം പൂർത്തിയാക്കാൻ ഒരു തീയതി കൂടി ബാക്കിയുണ്ടായിരുന്നു. അടുത്ത മാസം 13-ാം തീയതി. അന്ന് ലോങ് ലെങ്സ് വീണ്ടും ഒരു കുടുംബത്തെ ആക്രമിക്കാൻ പോവുകയാണെന്ന് ലീ തിരിച്ചറിഞ്ഞു. കത്തുകളിൽ ലോങ് ലെങ്സ് ആവർത്തിച്ച് പറഞ്ഞിരുന്നത് ക്യാമറ ഫാമിലിയെ കൊല്ലുന്നതായിരുന്നു അയാൾക്ക് ഏറ്റവും സന്തോഷം നൽകിയ കാര്യം എന്നാണ്. വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ കൊലപാതകത്തിൽ ആ കുടുംബത്തിലെ ഗൃഹനാഥൻ എല്ലാവരെയും കൊന്ന ശേഷം വീട്ടിലേക്കെത്തിയ ഒരു പുരോഹിതനെ കൂടി വധിച്ചിരുന്നു. പക്ഷേ അന്ന് സ്കൂളിൽ പോയിരുന്നത് കൊണ്ട് മകൾ കെറി മാത്രം രക്ഷപ്പെട്ടു. ഇപ്പോൾ അവൾ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ്. ലീയും കാർട്ടറും അവരുടെ പഴയ ഫാമിൽ പോയി പരിശോധിച്ചപ്പോൾ അവർക്ക് അവിടെ നിന്ന് ശവപ്പെട്ടിക്കുള്ളിലിരിക്കുന്ന ഒരു വിചിത്രമായ പാവയെ ലഭിച്ചു. ആ പാവ കെറിയെപ്പോലെ തന്നെയായിരുന്നു. അതിൻ്റെ തലയ്ക്കുള്ളിൽ ഒരു ലോഹനിർമ്മിതമായ ഒരു ഗോളമുണ്ടായിരുന്നു. ലീ ആ പാവയെ തൊട്ടപ്പോൾ അവൾക്ക് വല്ലാത്ത വിറയിലും വിചിത്രമായ ദൃശ്യങ്ങളും കാണാൻ കഴിഞ്ഞു. ആ പാവയ്ക്ക് ഏതെങ്കിലും ദുഷ്ടശക്തിയുമായി ബന്ധമുണ്ടെന്ന് അവൾക്ക് ഉറപ്പായി. ഒരു ഫ്ലാഷ് ബാക്കിൽ ലോങ് ലെങ്സ് ആ പാവ നിർമ്മിക്കുന്നത് കാണിക്കുകയാണ്. ശേഷം അയാളുടെ മുഖം വെളിപ്പെടുത്തുകയാണ്. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കണ്ട അതേ വെളുത്തുവിളറിയ മുഖം. പിന്നീട് ആ ഒരു മനുഷ്യൻ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങുന്നതിനിടയിൽ അവിടെയുള്ള പെൺകുട്ടിയോട് അവളുടെ ജന്മദിനം ചോദിക്കുകയും വളരെ അസ്വസ്ഥതയുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുകയുമാണ്. ലോങ് ലെങ്സ് എന്ന ആ ക്രൂരനായ മനുഷ്യൻ്റെ നിഗൂഢതകൾ ഓരോന്നായി പുറത്തുവരികയാണ്. തിരികെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ലോങ് ലെങ്സ് തൻ്റെ കാറിലിരുന്ന് ദേഷ്യത്തോടെ അലറിക്കരയുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ ജന്മദിനം 14-ാം തീയതി ആയിരുന്നില്ല എന്നുള്ളതായിരുന്നു അയാളെ ചൊടിപ്പിച്ചത്. അതേസമയം ലീയും കാർട്ടറും മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കഴിയുന്ന കെറിയെ കാണാനായി പോയി. കഴിഞ്ഞ 20 വർഷമായി പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ ആരോടും സംസാരിക്കാതെ കഴിഞ്ഞിരുന്ന കെറിയുടെ അവസ്ഥയിൽ കഴിഞ്ഞ ദിവസം വല്ലാത്തൊരു മാറ്റമുണ്ടായി. 20 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി അവളെ കാണാൻ ഒരാൾ വരികയും അതിനുശേഷം അവൾ സാധാരണ നിലയിൽ സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. വന്നയാൾ രജിസ്റ്ററിൽ തൻ്റെ പേര് ലീ എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. എന്നാൽ ലീ ആദ്യമായാണ് ഇവിടേക്ക് വരുന്നത്. ലോങ് ലെങ്സ് തന്നെയായിരിക്കും കെറിയെ കാണാൻ വന്നതെന്നും പിടിക്കപ്പെടാതിരിക്കാൻ ലീയുടെ പേര് ഉപയോഗിച്ചതായിരിക്കാമെന്നും അവർ തിരിച്ചറിഞ്ഞു. ലീ കെറിയോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ഫ്ലാഷ് ബാക്കിലൂടെ കെറിയുടെ അച്ഛൻ കുടുംബത്തെയും പുരോഹിതനെയും എങ്ങനെയാണ് കൊലപ്പെടുത്തിയതെന്ന് കാണിക്കുകയാണ്. വിചിത്രമെന്ന് പറയട്ടെ, ആ വീട്ടിലിരുന്ന ഒരു പാവയുടെ കണ്ണുകളിലൂടെയാണ് ഈ ദൃശ്യങ്ങൾ കാണിച്ചിരുന്നത്. കെറിയോട് അവളെ കാണാൻ വന്നയാളെക്കുറിച്ച് ലീ ചോദിക്കുമ്പോൾ താൻ അയാളെ ഒരിക്കലും മറക്കില്ലെന്നും അയാൾ പറയുന്നത് എന്തുതന്നെയായാലും താൻ അനുസരിക്കുമെന്നും കെറി പറയുകയാണ്. അയാൾ ആവശ്യപ്പെട്ടാൽ ലീയെ കൊല്ലാനോ അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി മരിക്കാനോ താൻ തയ്യാറാണെന്ന് അവൾ ഭ്രാന്തമായ ആവേശത്തോടെ വെളിപ്പെടുത്തി. കൂടാതെ മിസ്റ്റർ ഡൗൺസ്റ്റെയേഴ്സ് എന്നൊരു പേരും കൂടി അവൾ പരാമർശിക്കുന്നുണ്ടെങ്കിലും അത് ആരാണെന്ന് വെളിപ്പെടുത്തിയിരുന്നില്ല. ഈ കൊലപാതകങ്ങൾക്കെല്ലാം പിന്നിൽ പാവകൾക്ക് എന്തോ പങ്കുണ്ടെന്ന് ലീക്ക് ഉറപ്പായി. കാർട്ടർ ലീയുടെ ഭൂതകാലം പരിശോധിക്കുമ്പോൾ ഒരു ഞെട്ടിപ്പിക്കുന്ന വിവരം ലഭിക്കുകയാണ്. ലീയുടെ 9-ാം ജന്മദിനത്തിന് തൊട്ടു മുൻപ് അവളുടെ അമ്മ ഒരു വിചിത്രമായ മനുഷ്യനെക്കുറിച്ച് പോലീസിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ലീക്ക് ഇതേക്കുറിച്ച് ഒന്നും ഓർമ്മയില്ല. സത്യം കണ്ടെത്താനായി ലീ തൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ലീയുടെ അമ്മ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. പ്രാർത്ഥനകൾ ഒന്നിനും ഒരു പരിഹാരമല്ലെന്നും അത് വെറും പാഴ്വേലയാണെന്നും അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അടുക്കളയിൽ ഒരു വിചിത്രമായ ജീവിയെ കാണുന്നതോടെ ലീക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വരികയാണ്. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കണ്ട
ആ ഒരു പെൺകുട്ടി ലീ തന്നെയായിരുന്നു. തൻ്റെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന പഴയ ഫോട്ടോകളിൽ നിന്ന് അവൾ ലോങ് ലെങ്സിൻ്റെ ചിത്രം കണ്ടെടുത്തു. ഈ ചിത്രത്തിൻ്റെ സഹായത്തോടെ പോലീസ് ഒടുവിൽ ലോങ് ലെങ്സിനെ പിടികൂടി. ലോങ് ലെങ്സ് തനിക്ക് ലീയെ കാണണമെന്നാവശ്യപ്പെടുകയും അവൾക്കായി ഒരു ജന്മദിന ഗാനം പാടുകയും ചെയ്തു. അയാൾ സാത്താൻ ആരാധകനാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിക്കുന്നുണ്ടെങ്കിലും കൊലപാതകങ്ങളിൽ അയാളുടെ നേരിട്ടുള്ള പങ്ക് തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. ലോങ് ലെങ്സിന് പുറത്ത് ഒരു സഹായിയുണ്ടെന്ന് ലീ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ലോങ് ലെങ്സിനെ നേരിട്ട് കാണുമ്പോൾ അയാൾ ലീയുടെ അമ്മയെക്കുറിച്ച് ചോദിക്കാൻ ആവശ്യപ്പെട്ടു. സാത്താനെ സ്തുതിച്ചുകൊണ്ട് ആ മനുഷ്യൻ മേശയിൽ തലയിടിച്ച് ആത്മഹത്യ ചെയ്തു. അതേസമയം കെറിയും കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി മരിച്ചതായി വാർത്ത വന്നിരുന്നു. ലീ തൻ്റെ അമ്മയുടെ അടുത്തേക്ക് തിടുക്കത്തിൽ പോയി. സഹപ്രവർത്തകയെ കാറിലിരുത്തിക്കൊണ്ട് ലീ അമ്മയുടെ പക്കലേക്ക് ചെന്നു. എന്നാൽ വീട്ടിലേക്കെത്തിയ അവൾ കാണുന്നത് അമ്മ തൻ്റെ സഹപ്രവർത്തകയെ വെടിവെച്ചു കൊല്ലുന്ന ഭീകരമായ കാഴ്ചയാണ്. തൻ്റെ മകളെ രക്ഷിക്കാനായി അവർ സാത്താനുമായി ഒരു കരാറിൽ ഏർപ്പെട്ടിരുന്നു. ഇത്രയും കാലം ലോങ് ലെങ്സിൻ്റെ സഹായിയായി പ്രവർത്തിച്ചിരുന്നത് ലിയുടെ അമ്മയായിരുന്നു. ലോങ് ലെങ്സ് നിർമ്മിക്കുന്ന പാവകൾ ലിയുടെ അമ്മയാണ് ഓരോ വീടുകളിലും എത്തിച്ചു നൽകിയിരുന്നത്. ആ പാവകൾക്കുള്ളിൽ സാത്താൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അത് ആ പാവ എത്തിപ്പെടുന്ന കുടുംബത്തിലെ ഗ്രഹനാഥന്മാരുടെ മനസ്സിനെ വശീകരിച്ച് അവരെക്കൊണ്ട് കൊലപാതകങ്ങൾ ചെയ്യിപ്പിക്കുകയായിരുന്നു. തൻ്റെ വീടിൻ്റെ ബേസ്മെൻറ്റിൽ തന്നെയാണ് ഇത്രയും കാലം ലോങ് ലെങ്സ് താമസിച്ചിരുന്നതെന്നും ലീ തിരിച്ചറിഞ്ഞു. ഈ ഒരു സമയത്താണ് കാർട്ടറുടെ മകളുടെ ജന്മദിനത്തെക്കുറിച്ച് അവൾക്ക് ഓർമ്മ വരുന്നത്. അതോടെ ലീ അങ്ങോട്ട് പാഞ്ഞു. ലീ അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ അവളുടെ അമ്മ അവിടേക്ക് എത്തിയിരുന്നു. ലീയുടെ അമ്മ കൊടുത്തിരുന്ന പാവയുടെ സ്വാധീനത്തിൽ കാർട്ടർ തൻ്റെ ഭാര്യയെ കൊല്ലുകയും പിന്നീട് മകളെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു. വേറെ വഴിയില്ലാത്തതിനാൽ ലീക്ക് കാർട്ടറെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നു. ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ ലീയുടെ അമ്മ പൂർണ്ണമായും സാത്താൻ്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞിരുന്നു. അമ്മ കാർട്ടറുടെ മകളെ കൊല്ലാനായി ശ്രമിച്ചു. അതിനാൽ തന്നെ മറ്റു മാർഗമില്ലാതെ ലീക്ക് സ്വന്തം അമ്മയെ വെടിവെച്ച് കൊല്ലേണ്ടതായി വന്നു. അവിടെയുള്ള പാവയെ നശിപ്പിക്കാനായി ലീ ശ്രമിച്ചെങ്കിലും നിർഭാഗ്യവശാൽ തോക്കിലെ തിരകൾ തീർന്നു പോയിരുന്നു. ആ പാവയിലേക്ക് നോക്കി നിൽക്കുന്ന ലീയും സാത്താൻ്റെ പിടിയിലായി കഴിഞ്ഞു എന്നുള്ള സംശയം നിലനിർത്തിക്കൊണ്ടാണ് ചിത്രം അവസാനിക്കുന്നത്.